പൊന്നുഗുരുവായൂരപ്പനെ ഒന്ന് കാണണമെന്ന് വലിയ മോഹം മാനവേദ രാജാവിന്, സാമൂതിരിപ്പാടിന്. വില്ലുമംഗല സ്വാമിയാരോട് പറഞ്ഞു, ഒന്ന് പറയോ ഭഗവാനോട്? ഓ ആവാം. വില്ലുമംഗലം, അതിനൊന്നും പുറപ്പെടണ്ടെന്ന് ഭഗവാൻ നിർബന്ധിച്ചപ്പോൾ അവസരം കൊടുത്തു. പിറ്റേ ദിവസം ഗുരുവായൂരിലെ പവിഴമല്ലിത്തറയുടെ ചോട്ടിൽ സാക്ഷാൽ പൊന്നുഗുരുവായൂരപ്പൻ ചിരട്ട നിറയെ പൂഴി നിറച്ച് കളിച്ചുകൊണ്ട് നിൽക്കുന്നു. കണ്ണാന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ചു മാനവേദൻ. ഇതൊന്നും ഞാൻ വില്ലുമംഗലത്തിനോട് പറഞ്ഞിട്ടില്ല എന്ന് ഭഗവാൻ അപ്രത്യക്ഷായി. ആ ഇടിപിടിയുടെ ഇടയിൽ ഒരു മയിൽപ്പീലി നിലത്ത് വീണു. അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം കൃഷ്ണഗീതി എഴുതി. ആ കൃഷ്ണഗീതിയാണ് പിന്നീട് കൃഷ്ണനാട്ടമായത്. ആ കൃഷ്ണനാട്ടത്തിലെ കൃഷ്ണൻ്റെ വേഷം കെട്ടുന്ന കുട്ടിയുടെ കിരീടത്തിൽ ഇന്നും ആ കണ്ണൻ്റെ പീലിയുണ്ടത്രേ. കൃഷ്ണ ഗുരുവായൂരപ്പ.